എൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെയും സ്വയം ക്ഷമിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു പുതുവർഷം, അതായത് എറണാകുളത്തെ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ വർഷം എറണാകുളത്ത് ഒരു പുതുവർഷത്തെ വരവേൽക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. കാര്യം നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ കോണിലുമുള്ള ജനങ്ങൾ ഈ പുതുവർഷത്തെ ആഘോഷിക്കുവാൻ, വരവേൽക്കുവാൻ വേണ്ടി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ വന്ന ജനങ്ങൾക്ക് നിരാശയാണ് ഉണ്ടായത്. ഈ ആഘോഷത്തിന് വരുന്ന ജനങ്ങൾ ഈ പ്രാവശ്യം കുറവായിരുന്നു. ഇപ്പം മഹാരാജാസ് ഗ്രൗണ്ടിൽ എല്ലാ വർഷവും അവിടെ ഒരു പുതുവർഷ ആഘോഷം നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം അത് അവിടെ ശൂന്യമായി കിടക്കുകയായിരുന്നു. അങ്ങനെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ എറണാകുളം സത്യത്തിൽ ഉറങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പം ഫോർട്ട് കൊച്ചി, അതുപോലെ വൈപ്പിൻ, ഇവിടെ എല്ലാം സത്യത്തിൽ ജനങ്ങളുടെ കുറവ് കാണുവാൻ സാധിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്? അതായത് എറണാകുളത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ജനങ്ങൾ സാധാരണ അവിടെ തടിച്ചു കൂടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതേ രീതിയിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരു വല്ലാത്ത ഒരവസ്ഥ, ഒരു ആഘോഷങ്ങളുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയത്തില്ല. അത് അവിടെ ഉള്ളവർക്ക് തന്നെ അറിയേണ്ട ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് ഇവിടെ ജനങ്ങൾക്കറിയാം. അപ്പം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് വരുന്ന ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. രാത്രി മൊത്തവും പാട്ടും ഡാൻസും, ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെതായ വലിയ ആഘോഷമാണ് എറണാകുളത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ എല്ലായിടവും ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്നൊക്കെ എറണാകുളത്തേക്ക് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് എറണാകുളം ഭരിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അപ്പോൾ അവരിവിടെ വരുമ്പോൾ അവർക്കുള്ള ആഘോഷിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, എല്ലാം കാണുവാനും കേൾക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ ഭരണകർത്താക്കൾ ഒരുക്കി കൊടുക്കണം. കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും അതിന് വേണ്ട കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങൾ ചെയ്യണം. പക്ഷേ ഈ പ്രാവശ്യം എറണാകുളം വളരെ ശൂന്യമായി കിടക്കുകയായിരുന്നു, ഒരാഘോഷമില്ല. പിന്നെ ഇപ്പം ഗതാഗത സംവിധാനം, ഇപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് 12 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞെല്ലാം തിരിച്ച്
റെയിൽവേ സ്റ്റേഷനിലും മറ്റിടങ്ങളിലൊക്കെ പോകാൻ യാത്ര ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു ജനങ്ങൾ. അതുകൊണ്ട് ജനങ്ങളൊക്കെ നമുക്കറിയാം റോഡ് സൈഡുകളിലും കടത്തിണ്ണകളിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രിയിൽ യാത്രാ സൗകര്യം വളരെ കുറവാണ്. ഉള്ളിടത്തിപ്പം ബോട്ട് ജെട്ടിയിലാണെങ്കിൽ ജനങ്ങൾ ഇടിച്ച് കയറുകയാണ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കാനോ ഒന്നും നിൽക്കാത്ത ഒരവസ്ഥ, അതുപോലുള്ള ക്യൂ അവിടെയുണ്ട്. ഇപ്പം ബസ് സർവീസ്, രാത്രിയിൽ നിന്ന് എറണാകുളത്ത് ബസ് സർവീസ് ഒന്നുമില്ല, എല്ലാം നിശ്ചലമാണ്. ഇപ്പോൾ വൈപ്പിൻകരയിലെ ആഘോഷം കഴിഞ്ഞ് ജനങ്ങൾക്ക് ടൗണിൽ വരണം, റെയിൽവേ സ്റ്റേഷനിൽ വരണം, ഒരു ബസ് സൗകര്യങ്ങളുമില്ല, യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ പെട്ടുപോയി. പിന്നെ സ്വന്തമായ വാഹനമുള്ളവർ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടും. ബാക്കിയുള്ളവരെല്ലാം ബസ്സും കയറി ചെന്നവരൊക്കെ അവിടെ കിടന്ന് കറങ്ങേണ്ട ഗതികേടാണ് വരുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിക്കാരായാലും ഒരു ഗതാഗത സൗകര്യം, ഒരു ബസ് രാത്രിയിൽ ഓടിക്കണം. ഈ ആഘോഷം കഴിഞ്ഞ് വരുന്ന ജനങ്ങൾക്ക് വീടുകളിലെത്തണ്ടേ? ഇത്രയും ദൂരം, കിലോമീറ്റർ ദൂരത്തിൽ നടന്ന് എറണാകുളം ടൗണിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എത്താൻ ജനങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോൾ കഴിയാതെ വരുന്ന ജനങ്ങൾ യാത്രാ സൗകര്യമില്ലാതെ വളരെ ക്ലേശം അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ KSRTC എറണാകുളം, നിങ്ങൾക്കൊരു ബസ് സർവീസെങ്കിലും നടത്താം. ഇന്ന് വൈപ്പിൻകരയിലൊക്കെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക്, മട്ടാഞ്ചേരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു സർവീസെങ്കിലും നിങ്ങൾക്ക് നടത്താം. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് വരുന്ന ജനങ്ങൾ അനുഭവിക്കുന്നത്. ഫോർട്ട് കൊച്ചി വരുന്നവർ അവർ നടന്ന് എത്രയോ കിലോമീറ്റർ നടന്ന് വേണം അവർ യാത്ര ചെയ്ത് നേരം വെളുക്കുമ്പോൾ ബസ് കയറുന്നത്. ഒരു സൗകര്യങ്ങളുമില്ല, ഓട്ടോ കിട്ടാനില്ല, ബസ് കിട്ടാനില്ല. അപ്പോൾ വരുന്ന യാത്രക്കാർ ദുരിതമാണ് അനുഭവിക്കുന്നത്. അവിടുത്തെ കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും നിങ്ങൾ കണ്ണ് തുറക്കണം. ഇത് യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം ജനങ്ങൾക്ക്. 1-2 ബസ് ഓടിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിൽ കയറുന്നവർക്ക് 6-7 രൂപയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് എറണാകുളത്തുനിന്ന് വരുന്നതിന് ടിക്കറ്റ്. അതിന് നിങ്ങൾ 20 രൂപ വാങ്ങുന്നുണ്ട്. മെട്രോ അതിന് 50 രൂപ നിങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ വാങ്ങിക്കും. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പൈസ കൂടുതൽ വാങ്ങിയാൽ കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഉറങ്ങുകയാണ്. രാത്രി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എറണാകുളത്ത് വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. ഈ ആഘോഷിക്കാൻ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. ഒരുപക്ഷെ ഭരണകർത്താക്കൾ ആ രാത്രിയിൽ ചിലപ്പോൾ നല്ലപോലെ കിടന്നുറങ്ങുകയാണ്. പക്ഷേ എത്രയോ ദൂരത്തു നിന്നാണ് ജനങ്ങൾ എറണാകുളത്തേക്ക് വരുന്നത്. അവർക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുവാനോ മറ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. അവിടെ തന്നെ കിടന്ന് കറങ്ങുവാണ്. നേരം വെളുക്കുന്നിടം വരെ അവിടെയും കിടന്ന് കടയുടെ ഉണ്ടയ്ക്കും കിടന്ന് അല്ലെങ്കിൽ മരച്ചോട്ടിലൊക്കെ കിടന്ന് മനുഷ്യൻ ഉറങ്ങുക. യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങളുടെ കണ്ണ് തുറക്കണം. ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം രാത്രിയിൽ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പം ജനങ്ങൾ സത്യത്തിൽ കുറയുകയാണ്. ആഘോഷം മട്ടാഞ്ചേരിയിലോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ വൈപ്പിൻകരയോ ഇവിടെയൊക്കെ ജനങ്ങൾ കുറയുന്നുണ്ട്. കാര്യം എന്താ? യാത്രാ സൗകര്യങ്ങളില്ല. ഇതൊക്കെ കണ്ടു കേട്ട് കുടുംബമായി വരുന്നവർക്ക് രാത്രി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വരുന്ന ജനങ്ങളെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന എറണാകുളത്തുള്ള ജനങ്ങളുടെ അല്ലെ കൊച്ചിയിലുള്ള ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. സർക്കാരല്ല അവിടെ ഇടപെടുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വരുന്ന ജനങ്ങളെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തം. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നില്ല.
ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ 12:30 കഴിഞ്ഞ് ആഘോഷം കഴിയുമ്പോഴത്തേക്ക് പോലീസ് വന്ന് സർവ്വ റോഡുകളും ബ്ലോക്ക് ചെയ്യുക, ബാരിക്കേഡ് വെച്ച് മറയ്ക്കുക. ജനങ്ങളെ അങ്ങോട്ടും വിടുന്നില്ല, ഇങ്ങോട്ടും വിടുന്നില്ല, അവിടെ വാഹനങ്ങൾ വിടുന്നില്ല. അപ്പം അവിടുത്തെ ജനങ്ങളുമായിട്ട് തർക്കങ്ങളും വഴക്കുകളും പോലീസുമായിട്ട് നടക്കും. ഈ വരുന്ന ജനങ്ങൾ എന്ത് വിളിച്ചു, അവരെന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോ സ്ഥലങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇവിടെ വരുന്നത്. ഇത് കഴിഞ്ഞെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പോലീസ് വന്നെല്ലാം അടച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവരവിടെ പോകും. തിരിച്ചിവർക്ക് പോകണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളിതെടുക്കണം. ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക. വളരെ ദുരിതമാണ്. 8 മണി അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞാൽ പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് കിട്ടുന്നില്ല. ജനങ്ങൾ ഇടിച്ചു കയറുക, പെണ്ണും ആണും എല്ലാം അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. ഭയങ്കര ബഹളം. പോലീസ് വന്ന് എല്ലാത്തിനെയും അടിക്കുകയും ഇടിച്ചു മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കണം. ഇത് ആയിരക്കണക്കിന് 100 കണക്കിന് ജനങ്ങൾ ക്യൂ നിന്ന് ഇടിച്ചിട്ടും ടിക്കറ്റ് നിങ്ങൾ കൊടുക്കുന്നില്ല. ആ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം വരുന്ന ജനങ്ങൾക്ക് നിങ്ങൾ യാത്രാ സൗകര്യങ്ങൾ രാത്രിയിൽ ഒരുക്കി നിങ്ങൾ കൊടുക്കണം. ഈ ആഘോഷിക്കാനാണ് ഈ ജനങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു. എറണാകുളത്തേക്ക് വരുന്നുണ്ട ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുവാനാണ്. ആ സന്തോഷം ഒരു രാത്രിയിൽ ഒരു പുതുവർഷം വരവേൽക്കുവാൻ ജനങ്ങൾ എറണാകുളത്തേക്ക് വരുന്നതിൻ്റെ കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഉറങ്ങാതെ അവർ ഈ എറണാകുളം എന്ന പ്രദേശത്തേക്ക് വരുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ ആഘോഷത്തിൽ പങ്കുചേരാനാണ്. അപ്പം നിങ്ങൾ ഉറങ്ങുകയും ജനങ്ങളുള്ള രാത്രി വലയുകയും ചെയ്യുകയാണ്. കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. വരുന്ന ജനങ്ങളെ സൗകര്യപ്രദമായി യാത്ര ചെയ്യുവാൻ, തിരിച്ചു വരാനും ആ പ്രദേശത്ത് പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ നോക്കിയിരിക്കുക. ബസ്സുകളായാലും അല്ലെങ്കിൽ ബോട്ടുകളായാലും നിങ്ങൾ സർവീസ് നടത്തുന്നത് രാത്രിയിൽ നിങ്ങൾ കണ്ണടയ്ക്കും. അതുകൊണ്ട് ജനങ്ങൾ വലയുകയാണ്. ആഘോഷങ്ങൾ കണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അവർ യാത്ര ചെയ്താൽ അവർക്ക് ജോലികളുണ്ട്, പല സ്ഥലങ്ങളിൽ അവർ പോകണം. അപ്പോൾ അവരെങ്ങനെ യാത്ര ചെയ്യാൻ? ഉത്തരവാദിത്തപ്പെട്ട ഈ ആൾക്കാർ, ഭരിക്കുന്നവർ, നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുക്കണം. ഇല്ല എങ്കിൽ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് എറണാകുളത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് വരാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ മഹാരാജാസ് ഗ്രൗണ്ടിലെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ തുടർന്ന് നടത്തണം. ഇല്ലാതാക്കരുത്. എത്രയോ ജനങ്ങൾ അവിടെ വന്ന് സന്തോഷിച്ച് ആ പുതുവത്സര ആശംസകൾ നേരുന്നു. അത് നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നു. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനൊരു മാറ്റം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളറിയണം, എത്ര കുടുംബങ്ങൾ, സ്ത്രീകൾ, പ്രായമുള്ളവർ, അവർ കുടുംബമായി വന്ന് എന്തുമാത്രം ദുരിതം അനുഭവിക്കുന്നു. ടിക്കറ്റ് കൊടുക്കുന്നിടത്ത് കിടന്ന് ഇടിയാണ്. ഒരു രക്ഷയില്ല. അവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആണും പെണ്ണും എല്ലാം കിടന്ന് ഇടിയാണ്. ശ്വാസം വിടാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് പോലീസുകാർ വന്ന് കിടന്നൊരു ബഹളം. അപ്പം നിങ്ങൾ മുന്നേ കൂട്ടി ഉത്തരവാദിത്തപ്പെട്ടവർ അത് അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കണം ജനങ്ങൾക്ക്. അതിനുവേണ്ട വാഹനങ്ങൾ, അതിനുവേണ്ട ബോട്ടുകൾ, ബസ്സുകൾ, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ല എങ്കിൽ എറണാകുളത്തെ വലിയ ആഘോഷം ചിലപ്പം ഇല്ലാതായി. നാട്ടുകാരുടെ കുറവുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്തപ്പെട്ടവർ
വേണ്ട കാര്യങ്ങൾ അടുത്ത വർഷങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.